22 ഈ എന്താണ് കാർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒരേ പടം വെച്ച്. ഒറ്റ നോട്ടത്തിൽ സംശയം തോന്നാവുന്ന ഈ സംഗതി പക്ഷേ അവിടെ ആളുകൾ സുലഭമായി ഉപയോഗിക്കുകയാണ് വോട്ട് ചെയ്യാൻ. BJP ജയിച്ച ഹരിയാനയിൽ എങ്ങനെയാണ് കള്ള വോട്ട് നടന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. ഇവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കിട്ടാൻ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ പോകാൻ പറ്റും. അവരാരാണ്? ബ്രസീലിലെ ഒരു മോഡലാണ്, മെത്യൂസ് ഫെറാറോ എന്നാണ് അവരുടെ പേരായിട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ ഈ സോഷ്യൽ മീഡിയ ID ഒക്കെ അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം 25 ലക്ഷം വോട്ടുകൾ, ഷീ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് 25 lakh വോട്ട് ചോരി ഇൻ ഹരിയാന എന്ന് കാണിക്കുന്നത് 25 ലക്ഷം വോട്ടുകൾ. രാഹുൽ ഗാന്ധി പറയുന്നത് ആകെ 8 വോട്ടുകൾ ചെയ്യപ്പെടുന്നതിൽ 1 വോട്ട് കള്ള വോട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പൊ മൊത്തം 25 ലക്ഷം വോട്ടുകൾ അവിടെ കള്ളത്തരത്തിലൂടെ ഉണ്ടായിരിക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സിന്റെ കാര്യം പറയുകയാണ്. എത്ര ലക്ഷം പേർ? 5,61,619 5,61,219 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ അവിടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്നാണ്. 93,174 ഇൻവാലിഡ് അഡ്രസ്സുകൾ. നമ്മൾ നേരത്തെ കർണാടകയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കർണാടകയിലും ഇതുപോലെ വീട്ടു നമ്പർ ഇല്ലാത്ത, പേരില്ലാത്ത, വിലാസമില്ലാത്ത, മുഖമില്ലാത്ത, അച്ഛന്റെയും അമ്മയുടെയും പേരിന്റെ കൂടെ പോലും എന്തൊക്കെയോ അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് കർണാടകയിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നത് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇൻവാലിഡ് ആയിട്ടുള്ള ആളുകൾ അവർ 93,174. നേരത്തെ പറഞ്ഞ കണക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 35 വോട്ടിനും 1000 വോട്ടിനും 100-ൽ പരം വോട്ടുകൾക്കും ഒക്കെയാണ് കോൺഗ്രസ് തോറ്റത്. അവിടെയാണ് 93,174 ഇൻവാലിഡ് വോട്ടേഴ്സ് ഉണ്ട് എന്ന് കാണുന്നത്. ബൾക്ക് വോട്ടേഴ്സിന്റെ കണക്ക് നോക്കൂ, ഹ്യൂജ് നമ്പർ ആണ്. ഒപ്പം മിസ്യൂസ് ഓഫ് ഫോം 6 എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ കഴിഞ്ഞ തവണ കർണാടകയിലെ കണക്ക് 80 വയസ്സ് കഴിഞ്ഞവർ, 90 വയസ്സ് കഴിഞ്ഞവരൊക്കെ അവരൊക്കെ വന്ന് പുതുതായി വോട്ട് ചെയ്യാനുള്ള ഫോം പൂരിപ്പിക്കുന്നു. ഒരാൾ തന്നെ പല കുറി ഫോം 6 ഉപയോഗിച്ചതിന്റെ കഥ കർണാടകയിൽ കണ്ടതാണ്. സെയിം സംഗതി ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു. മിസ്യൂസ് ഓഫ് ഫോം 7, ഡിലീഷൻസിന് വേണ്ടിയുള്ള ഫോം 7 മിസ്യൂസ് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഫോം 7 എന്ന് പറയുന്ന ഓപ്ഷൻ കർണാടകയിൽ എങ്ങനെയാണ് ഉപയോഗിച്ചത്? തന്റെ വോട്ട് ആരാണ് ഡിലീറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്തതെന്ന് അയാൾക്കറിയില്ല. അപ്പോൾ ഒരാളെ കണ്ടെത്തുന്നു, അയാളോട് ചോദിക്കുന്നു, നിങ്ങളാണോ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തത്? അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. ആരുടെയൊക്കെയോ പേരിൽ ആരൊക്കെയോ പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഈ ഓൺലൈൻ വഴി ഡിലീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. ഡിലീറ്റ് ചെയ്യപ്പെടുന്നു, ഹിയറിംഗ് പോലും ഇല്ലാതെ. BJPക്ക് കിട്ടില്ല എന്ന് വിചാരിക്കപ്പെടുന്ന പല മേഖലകളിലും വോട്ടുകൾ വ്യാപകമായി ഡിലീറ്റ് ചെയ്യപ്പെടുന്നതിന് കണക്കുണ്ടെന്നാണ്. അപ്പം 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ അങ്ങനെ, 2,41,144 വോട്ടുകൾ അങ്ങനെ കള്ളത്തരത്തിലൂടെ പോൾ ചെയ്യപ്പെടുകയോ വെട്ടിമാറ്റപ്പെടുകയോ ക്രമക്കേടിന് വിധേയമാക്കപ്പെടുകയോ ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. ഹരിയാനയിൽ ആകെയുള്ളത് 2 കോടി വോട്ടുകളാണ്. വോട്ട് ചോരി, 25 ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെടുകയും തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ അപ്രസക്തമാക്കുകയോ മാറ്റി എഴുതുകയോ ചെയ്യാനുള്ള ലാർജർ പ്ലാനിനകത്ത് പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ഗുരുതര സ്വഭാവമുള്ള വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. അപ്പൊ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിന്റെ 5,61,619 എത്ര വോട്ടുകൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സ് ഉണ്ട്. അതിൽ അദ്ദേഹം ഒറ്റ ഫോട്ടോ, 1 അസംബ്ലി 100 വോട്ട്സ്, ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു യുവതിയുടെ പടം വെച്ച് ഒരു അസംബ്ലി മണ്ഡലത്തിൽ 100 വോട്ടുകൾ ചെയ്തിരിക്കുന്നു. കണ്ടെത്തിയതിന് കണക്കാണ്, കണ്ടെത്താത്തത് വേറെയും എന്ന് കാണാം. ഇതിലൊക്കെ അവരുടെ പേരുകൾ വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള പേരുകളാണ്. പല നമ്പറുകൾ, പല വിലാസങ്ങൾ, ഒരൊറ്റ പടം വെച്ച് 100 വോട്ടുകൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചെയ്തു കൂട്ടിയിട്ട് അത് ആരൊക്കെയോ പോയി ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇന്നിപ്പോ കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാനത്തെ നേതാവ്, അദ്ദേഹം ചോദിക്കുന്നു 100 വോട്ടൊക്കെ ഒരാൾക്ക് ഒരു ദിവസം പോയി ചെയ്യാൻ പറ്റുമെന്ന്. അതിന് ഒരാൾ എവിടെ പോകുന്നു? ഈ പടത്തിലുള്ള ആൾക്ക് പോലും അറിവുണ്ടാവില്ല. നമ്മൾ കർണാടകയിലെ കഥ കണ്ടതാണല്ലോ. പടത്തിലുള്ള ആൾക്ക് പോലും അറിവുണ്ടാവില്ല ഇത് അച്ചടിച്ചതാണ്, ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന്. ഇതൊക്കെ ചെയ്യാൻ വേറെ ആളുകൾ, അച്ചടിക്കാൻ വേറെ ആളുകൾ. എന്താണ് മനസ്സിലാക്കേണ്ടത്? 223 വോട്ട്സ് ഇൻ 2 ബൂത്ത്സ് വിത്ത് ദ സെയിം ഫോട്ടോ. 2 ബൂത്തുകളിൽ 223 വോട്ടുകൾ സെയിം ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ആ ഫോട്ടോഗ്രാഫ്. അതിൽ ഓരോന്നിലും ഉള്ളത് ഓരോ പേരുകളാണ്. ദിസ് ഈസ് വൈ EC ഈസ് ഡിസ്ട്രോയിങ് CCTV ഫുട്ടേജസ്.